ഫ്രീഡം ഫയൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം അത് തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ബിനോയ് ബാദൽ ദിനേശിനെ കുറിച്ചാണ് ഈ ലക്കം ഫ്രീഡം ഫയൽ ചർച്ച ചെയ്യുന്നത്. കൽക്കട്ടയിലെ ഡൽഹൌസി സ്ക്വയറിലെ ബ്രിട്ടീഷ് ഭരണ സ്ഥിരാകേന്ദ്രമായ റൈറ്റേഴ്സ് ബിൽഡിങ്ങിന് മുന്നിൽ 1930 ഡിസംബർ 8 ഉച്ച സമയത്ത് ഒരു ടാക്സി കാറിൽ യൂറോപ്യൻ വസ്ത്രം ധരിച്ച 3 യുവാക്കൾ വന്നിറങ്ങി. അവർ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ പ്രവേശിച്ച് ജയിൽ IG ലഫ്റ്റനന്റ് കേണൽ NF സിംസന്റെ മുറിയുടെ മുന്നിൽ ഒരു നിമിഷം നിന്നതിന് ശേഷം അതിവേഗതയിൽ അകത്തേക്ക് കയറി. പേഴ്സണൽ അസിസ്റ്റന്റ് ഞാൻ ഗുഹ കൈമാറിയ ഫയലിൽ മിഴി നട്ടിരുന്ന സിംസൺ ആളനക്കം കേട്ട് തല ഉയർത്തിയതും വന്ന യുവാക്കളിൽ ഒരാളുടെ കണ്ടനാളത്തിൽ നിന്നും ഫയർ എന്ന ശബ്ദം മുഴങ്ങി. റൈറ്റേഴ്സ് ബിൽഡിങ്ങിനെ വിറപ്പിച്ചുകൊണ്ട് 3 തോക്കുകൾ ഇടതടവില്ലാതെ ശബ്ദിച്ചു. ക്രൂരതയുടെ പര്യായമായിരുന്ന അലിപൂർ ജയിൽ IG കേണൽ സിംസൺ അവിടെ അവസാനിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ഭടന്മാരെ ക്രൂരമായി ഭേദ്യം ചെയ്തിരുന്ന സിംസണെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മടയിലെത്തി കാലപുരിക്കയച്ചത് ബിനോയ് കൃഷ്ണ ബോസ്, ബാദൽ ഗുപ്ത, ദിനേശ് ഗുപ്ത എന്നീ യുവ വിപ്ലവകാരികളായിരുന്നു. സിംസണെ വധിച്ചതിന് ശേഷം റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ വിപ്ലവകാരികളും ബ്രിട്ടീഷ് പോലീസും തമ്മിൽ ശക്തമായൊരു ഏറ്റുമുട്ടൽ നടന്നു. ഫിനാൻസ് സെക്രട്ടറി ടൈനാം, ജുഡീഷ്യൽ സെക്രട്ടറി നെൽസൺ പ്രൊൻഡിസ് എന്നിവർക്ക് കാര്യമായി പരിക്കേറ്റു. അടുത്ത ദിവസം പുറത്തിറങ്ങിയ സ്റ്റേറ്റ്സ്മാൻ ദിനപത്രം റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ നടന്ന വെടിവയ്പ്പിനെ വരാന്ത ബാറ്റിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ദിനേശ് ഗുപ്തയുടെ മുതുകിൽ വെടിയേറ്റു. വിപ്ലവകാരികളുടെ തോക്കിലെ തിരകൾ തീരുകയായിരുന്നു. 3 പേരും ഇൻകുലാബ് സിന്ദാബാദ്, വന്ദേ മാതരം എന്നീ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കിക്കൊണ്ട് ഒരു മുറിയിൽ കയറി വാതിലടച്ചു. ബാദൽ ഗുപ്ത വായിൽ കിടന്ന പൊട്ടാസ്യം സയനൈഡ് കടിച്ച് ജീവൻ വെടിഞ്ഞു. ബിനോയും ദിനേശും തങ്ങളുടെ റിവോൾവറുകൾ തലയിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിച്ചു. ബിനോയ് ബോസും ദിനേശ് ഗുപ്തയും മരിച്ചില്ല. ബ്രിട്ടീഷുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ബിനോയുടെ തല തുളച്ച് വെടിയുണ്ട പുറത്തേക്ക് പോയിരുന്നു. സാമ്രാജ്യത്വ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതിരിക്കുവാൻ ആ മെഡിക്കൽ വിദ്യാർത്ഥി തലയിലെ ബാൻഡേജിനുള്ളിലേക്ക് വിരൽ കടത്തി വ്രണം വലുതാക്കി. 5ാമത്തെ ദിവസം ബിനോയുടെ അമ്മയും അച്ഛനും ആശുപത്രിയിലെത്തി ബിനോയിയെ കണ്ടു. അമ്മ ബിനോയുടെ താടിയിൽ കൈവച്ച് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനെ, അമ്മയൊന്ന് നോക്കൂ. അബോധാവസ്ഥയിലാണെങ്കിലും ബിനോയ് പതിയെ കണ്ണു തുറന്നു. പിന്നെ ശ്രമകരമായി ഇടത് കൈ ഉയർത്തി അമ്മയെ സല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അന്നേ ദിവസം ഡിസംബർ 13 ബിനോയ് കൃഷ്ണ ബോസ് എന്ന ധീര വിപ്ലവകാരി രക്തസാക്ഷിത്വം വരിച്ചു. ധാക്കയിലെ മുൻഷിഗഞ്ച് ജില്ലയിലെ രോഹിത് ബാഗ് ഗ്രാമത്തിൽ 1908 സെപ്റ്റംബർ 11 ബിനോയ് കൃഷ്ണ ബോസ് ജനിച്ചത്. അച്ഛൻ രേബ്ദീപ് മോഹൻ ബോസ് അറിയപ്പെടുന്ന എഞ്ചിനീയർ ആയിരുന്നു. മെട്രിക്കുലേഷന് ശേഷം മിഡ്ഫോർഡ് മെഡിക്കൽ സ്കൂളിൽ വൈദ്യ വിദ്യാഭ്യാസത്തിന് ചേർന്ന ബിനോയ് ചെറിയൊരു കാലം കൊണ്ട് തന്നെ കുട്ടികളുടെ ആരാധനാ പാത്രമായി മാറി. ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനും മികച്ച ടെന്നീസ് കളിക്കാരനുമായിരുന്നു ബിനോയ്. ഒരിക്കൽ മെഡിക്കൽ സ്കൂളിന് പുറത്തുള്ള കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നതിനിടയിൽ ബിനോയ് അവരോട് ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ ചരിത്രം പഠിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ജാലിയൻ വാലാബാഗ് പ്രശസ്തമായതെന്ന് നിങ്ങൾക്കറിയാമോ? ജാലിയൻ വാലാബാഗിൽ കേണൽ ഡയറാണ് വെടിവെക്കുവാൻ ഉത്തരവിട്ടത്. ആ വെടിവയ്പ്പിൽ 1000-ലധികം നിരായുധരായ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ നൽകിയ നൈറ്റ്ഹുഡ് പുരസ്കാരം ഉപേക്ഷിച്ചു. കുട്ടികളിൽ ഒരാൾ മറുപടി പറഞ്ഞു. അത് കേട്ട് ബിനോയ് സഗൗരവത്തോടെ പ്രതിവചിച്ചു, മെഷീൻ ഗൺ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഇന്ത്യക്കാരെ കൊല്ലാമായിരുന്നുവെന്ന് പറഞ്ഞ ഡയറിന് നിങ്ങൾക്കറിയാം. സംഭവത്തിന് ശേഷം ദിവസങ്ങളോളം അമൃത്സറിലെ ജനങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ പേരെ കൊല്ലുമെന്ന് ഡയർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നത് നിങ്ങൾക്കറിയാം. സംഭവത്തെക്കുറിച്ച് അവർക്ക് അത്രയൊന്നും അറിയില്ലായിരുന്നതിനാൽ കുട്ടികൾ നിശബ്ദരായി നിന്നു. ബിനോയ് തുടർന്നു, ഡയർ ഒറ്റയ്ക്കലായിരുന്നു. പഞ്ചാബിലെ ബ്രിട്ടീഷ് ഗവർണറും ബ്രിട്ടീഷ് പോലീസ് മേധാവികളും അദ്ദേഹത്തെ പിന്തുണച്ചു. വലിയൊരു വിഭാഗം ബ്രിട്ടീഷ് ജനത ഡയറിനെ ഒരു ദേശീയ നായകനായി പ്രശംസിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ അവർ 10,000-കണക്കിന് പൗണ്ട് സ്വരൂപിച്ചു. നിരായുധരും നിരപരാധികളുമായ ഇന്ത്യൻ ജനതയെ കൊല്ലുന്നതിനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ധീരതയെന്നാണ് നിർവചിക്കുന്നത്. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നടത്തിയ കൂട്ടക്കുരുതി ഇന്ത്യയിലെ യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടുവാൻ പ്രേരിപ്പിച്ച സംഭവമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബിനോയിയുടെ ഹൃദയത്തിലും ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. ധാക്ക മുക്തി സംഘത്തിൻ്റെ സ്ഥാപകനായ ഹേമചന്ദ്ര ഘോഷിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് ബിനോയ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഹേമചന്ദ്ര ഘോഷ് രൂപീകരിച്ച ധാക്ക മുക്തി സംഘത്തിൽ ചേർന്നുകൊണ്ട് ബിനോയ് വീറുറ്റ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 1928 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ
സുഭാഷ് ചന്ദ്രബോസിന്റെയും ഹേമചന്ദ്ര ഘോഷിന്റെയും നേതൃത്വത്തിൽ ബംഗാൾ വോളണ്ടിയേഴ്സ് രൂപീകരിക്കപ്പെട്ടു. ധാക്ക മുക്തി സംഘം ബംഗാൾ വോളണ്ടിയേഴ്സായി മാറി. ബംഗാൾ പ്രവിശ്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ ചാരക്കണ്ണുകളെ കബളിപ്പിച്ച് പ്രവർത്തിക്കുവാനുള്ള സംഘടനയായിരുന്നു ബംഗാൾ വോളണ്ടിയേഴ്സ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു BVയുടെ കമാൻഡിംഗ് ഓഫീസർ. മേജർ സത്യഗുപ്തയുടെ കീഴിൽ വിപ്ലവകാരികൾ പരിശീലനം നേടി. 1930 ബംഗാൾ വോളണ്ടിയേഴ്സ് ഓപ്പറേഷൻ ഫ്രീഡം എന്ന പേരിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വകവരുത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് താക്കീത് നൽകുവാൻ BV തീരുമാനിച്ചു. 1930 ആഗസ്റ്റ് 23 പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോലീസ് സൂപ്രണ്ട് ഹോഡ്സനെ കാണാൻ ധാക്കയിലെ മെഡിക്കൽ സ്കൂൾ ആശുപത്രിയിലെത്തിയ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ലോമാനെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ബിനോയ് ബോസ് വെടിവെച്ചു കൊന്നു. ലോമാൻ തൽക്ഷണം മരിക്കുകയും പോലീസ് സൂപ്രണ്ട് ഹോഡ്സന് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. വിപ്ലവകാരികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ലോമാനെ വധിച്ചതിൽ ജനങ്ങൾ സന്തോഷിച്ചു. ബിനോയിയെ പിടികൂടുവാൻ ഭരണകൂടം പല സന്നാഹങ്ങളും ഒരുക്കി. ബിനോയ് ധാക്കയിൽ നിന്നും കൽക്കട്ടയിലേക്ക് രക്ഷപ്പെട്ടു. NM സിംസനെ വധിക്കുവാനുള്ള ഓപ്പറേഷനിലാണ് ബാദൽ ഗുപ്തയും ദിനേശ് ഗുപ്തയും ബിനോയിയോടൊപ്പം ചേരുന്നത്. റൈറ്റേഴ്സ് ബിൽഡിങ്ങിലെ വരാന്ത യുദ്ധത്തെ തുടർന്ന് രക്തസാക്ഷിയാകുമ്പോൾ ബിനോയിയുടെ പ്രായം 22 മാത്രമായിരുന്നു. ധാക്കയിലെ മുൻഷിഗഞ്ച് ജില്ലയിൽ 1912 ബാദൽ ഗുപ്ത ജനിച്ചത്. ബാദൽ ഗുപ്തയുടെ 2 അമ്മാവന്മാർ ധരണീനാഥ് ഗുപ്തയും നാഗേന്ദ്രനാഥ് ഗുപ്തയും വിപ്ലവകാരികളായിരുന്നു. മുസഫർപൂരിലെ മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്ഫോർഡിനെ വധിക്കുവാൻ ശ്രമിച്ച് ആലിപ്പൂർ ബോംബ് കേസിൽ ഇരുവരും അരവിന്ദ് ഘോഷിനോടൊപ്പം ജയിലിലടയ്ക്കപ്പെട്ടു. തൻ്റെ അധ്യാപകനായ നികുഞ്ച് സെന്നിൽ നിന്നാണ് ബാദൽ വിപ്ലവ പാഠങ്ങൾ അഭ്യസിക്കുന്നത്. 1928 ബംഗാൾ വോളണ്ടിയേഴ്സിൽ അംഗമായി. രക്തസാക്ഷിയാകുമ്പോൾ ബാദൽ ഗുപ്തയ്ക്ക് 18 വയസ്സ് തികഞ്ഞതേ ഉണ്ടായിരുന്നു. സതീഷ് ചന്ദ്രഗുപ്തയുടെയും വിനോദിനി ദേവിയുടെയും പുത്രനായി 1911 ഡിസംബർ 6 ദിനേശ് ഗുപ്ത ജനിച്ചത്. ധാക്ക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബംഗാൾ വോളണ്ടിയേഴ്സിൽ ചേർന്നു. അലിപ്പൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അമ്മയ്ക്കും ബന്ധുക്കൾക്കും എഴുതിയ 92 കത്തുകളിൽ ദിനേശിന്റെ ഉരുക്കുപോലുറച്ച വിപ്ലവ സ്ഥൈര്യം വെളിവാകുന്നുണ്ട്. അമ്മയ്ക്കെഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നു, ജീവിതം മധുരമുള്ളതാണ്, എന്നാൽ മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള മരണം അതിനേക്കാൾ മധുരമുള്ളതാണ്. പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്ത ദിനേശ് ആന്റൺ ജക്കോവിന്റെ ഒരു ചെറുകഥ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രവാസി എന്ന മാസികയിൽ ആ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടു. റൈറ്റേഴ്സ് ബിൽഡിങ്ങിലെ വരാന്ത യുദ്ധത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ ദിനേശ് ഗുപ്തയുടെ മുതുകിലും തലയ്ക്കുള്ളിലും ഓരോ വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. അവ രണ്ടും ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു. 3 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. ദിനേശിനെ അലിപ്പൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അലിപ്പൂർ സെഷൻ ജഡ്ജി ഗാർലിക്കിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിച്ചുകൊണ്ടാണ് ദിനേശ് ഗുപ്തയെ വിചാരണ ചെയ്തത്. ട്രൈബ്യൂണൽ ദിനേശിന് വധശിക്ഷ വിധിച്ചു. അതിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. എന്നാൽ ജനവികാരത്തെ തെല്ലും മാനിക്കാതെ 1931 ജൂലൈ 7 കേവലം 19ാമത്തെ വയസ്സിൽ ദിനേശ് ഗുപ്തയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റി. ദിനേശ് ഗുപ്തയെ തൂക്കിലേറ്റി 20ാം നാൾ സത്കടി ബാനർജി എന്ന വിപ്ലവകാരി വലിയ സുരക്ഷാ സന്നാഹങ്ങളെ മറികടന്ന് അലിപ്പൂർ കോടതിക്കുള്ളിലെത്തി സെഷൻ ജഡ്ജ് ഗാർലിക്കിനെ വെടിവെച്ചു കൊന്നു. അങ്ങനെ ദിനേശ് ഗുപ്തയുടെ കൊലപാതകത്തിന് വിപ്ലവകാരികൾ പ്രതികാരം ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം ഡൽഹൌസി സ്ക്വയറിന്റെ പേര് ബിനോയ് ബാദൽ ദിനേശ് ബാഗ് അഥവാ BBD ബാഗ് എന്ന് പുനർനാമകരണം ചെയ്തു. എല്ലാ കാലത്തെയും ചൂഷണ വാഴ്ചയ്ക്കെതിരായ താക്കീതായി റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്ന 3 വിപ്ലവകാരികളുടെ ശില്പം അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ ജനതയ്ക്ക് സംസ്കാരവും ആത്മാഭിമാനവും ഇല്ലെന്ന് സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അധിനിവേശത്തിന്റെ പ്രാരംഭകാലം മുതൽക്കേ ശ്രമിച്ചു പോന്നിരുന്നു. സന്യാസികളും പാമ്പാട്ടികളും കുഷ്ഠരോഗികളുമായ ഇന്ത്യൻ ജനത ഭരിക്കപ്പെടേണ്ടവരാണെന്നും വെള്ളക്കാരായ തങ്ങളാണ് വംശപരമായി തന്നെ ഭരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെന്നും സാമ്രാജ്യത്വം സ്ഥാപിച്ചെടുത്തു. ബ്രിട്ടീഷ് വാഴ്ചയെ അരക്കെട്ടുറപ്പിക്കുന്നതിനും ദീർഘകാലം നിലനിർത്തുന്നതിനും ആയുധങ്ങളോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയുടെ ഈ അധപർണബോധവും പങ്കുവഹിച്ചിട്ടുള്ളതായി കാണാം. ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാന ബോധത്തെ പ്രോജ്വലിപ്പിക്കുന്നതിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബ്രിട്ടീഷുകാർ അടിച്ചാൽ തിരിച്ചടിക്കാമെന്നും വെടിവെച്ചാൽ തിരിച്ചു വെടിവെക്കാമെന്നും വിപ്ലവകാരികൾ നടത്തിയ ആക്രമണങ്ങളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി. ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഐറിഷ് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമൊക്കെ ഇന്ത്യൻ വിപ്ലവകാരികളുടെ ആശയ അടിത്തറയായി വർത്തിച്ചു. ഖുദ്റാം ബോസ്, ഭഗത് സിംഗ്, സൂര്യസെൻ, പ്രീതിലത, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ അനേകായിരം വിപ്ലവകാരികളിലൂടെയും യുഗാന്തർ, ഗദ്ദർ, അനുശീലൻ സമിതി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങിയ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെയും പിന്നീട് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിൻ്റെയും INA യുടെയും
അത്യസാധാരണമായ മുന്നേറ്റത്തിൽ പര്യവസാനിച്ച സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ വിപ്ലവധാര, അനനുരഞ്ജന സമരധാരയുടെ ചരിത്രം ഇതിഹാസ തുല്യമാണ്. ആ ചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായമാണ് ബിനോയ് ബാദൽ, ദിനേശ് എന്നീ വിപ്ലവകാരികളുടേത്. മാതൃരാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി സസന്തോഷം ജീവനർപ്പിച്ച ബിനോയ് ബാദൽ, ദിനേശ് എന്നീ യുവ വിപ്ലവകാരികളുടെ ജീവിതവും പോരാട്ടവും വിസ്മരിക്കപ്പെടരുത്.